സിൽവർ ലൈൻ പദ്ധതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി ജനകീയ സമരസമിതി. 7 വർഷത്തോളമായി തുടരുന്ന ദുരിതത്തിന് അറുതി വരുത്തണമെന്നാണ് ആവശ്യം. പരിഗണിക്കാമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉറപ്പ് നൽകിയെന്നും ജനകീയ സമരസമിതി അറിയിച്ചു. മേഘന മുരളിയുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. മേഘന, കഴിഞ്ഞ സർക്കാരിന്റെ ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു, പക്ഷേ വലിയ പ്രതിഷേധങ്ങൾക്കും എതിർപ്പുകൾക്കും വിമർശനങ്ങൾക്കും ഒക്കെ കാരണമായ ഒരു പദ്ധതി കൂടിയാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ എന്ത് നിലപാടാണ് എടുത്തിരിക്കുന്നത്? അനൂപ്, കഴിഞ്ഞ സർക്കാരിന്റെ സമയത്ത് സർക്കാരിനെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കുകയും അതുപോലെ തന്നെ സർക്കാരിന്റെ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായി അടയാളപ്പെടുത്തുകയും ചെയ്തതാണ് കെ-റെയിൽ സിൽവർ ലൈൻ വിരുദ്ധ പ്രക്ഷോഭം അടക്കം. അതിൽ കെ-റെയിൽ സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി വി ഡി സതീശനെ നേരിട്ട് കണ്ട് ഒരു നിവേദനം നൽകിയിരിക്കുന്നത്. ആ നിവേദനത്തിൽ പറയുന്നത് 7 വർഷത്തോളമായി തുടരുന്ന ദുരിതത്തിന് അറുതി വരുത്തണം. അതുമായി ബന്ധപ്പെട്ട ഈ കെ-റെയിൽ സിൽവർ ലൈൻ പദ്ധതി പിൻവലിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിപ്പിക്കണം എന്നുള്ളതാണ്. അതിൽ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ മുഖ്യമന്ത്രി വി ഡി സതീശനെ അടക്കം നേരിട്ട് കണ്ട ഈ കെ-റെയിൽ സിൽവർ ലൈൻ ജനകീയ സമരസമിതി ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നത് പരിഗണിക്കാവുന്ന രീതിയിലുള്ള ഒരു ഉറപ്പ് വരെ ഈ UDF സർക്കാർ നൽകിയിരുന്നു എന്നുള്ളതാണ്. അതിന് തുടർച്ചയാണ് ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്ത 2ാം ദിവസം ഈ ഒരു നിവേദനവുമായി കെ-റെയിൽ സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതി മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയിരിക്കുന്നത്. അതിൽ ജനകീയ സമരസമിതി പറയുന്നത് ഈ പദ്ധതി റദ്ദാക്കണം, അതുപോലെ തന്നെ പദ്ധതി റദ്ദാക്കിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് ഉടൻ തന്നെ UDF സർക്കാർ പുറത്തിറക്കണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.